യുക്രൈനെ പിന്തുണയ്ക്കാൻ തങ്ങൾക്ക് റഷ്യയുടെ അനുമതി വേണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. യുദ്ധത്തിൽ തകർന്ന യുക്രൈന് സുരക്ഷ നൽകുന്ന ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, മറ്റ് രാജ്യങ്ങളും കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ ലക്ഷ്യമിടുന്നില്ല എന്നും മാക്രോൺ തുറന്നടിച്ചു. രാജ്യം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണെന്നും ഇതിനായി സൈനികരെ യുക്രൈനിലെ പ്രധാന സ്ഥലങ്ങളിലേക്ക് അയക്കാനും ഇമ്മാനുവൽ മാക്രോൺ നിർദ്ദേശിച്ചു. റഷ്യയുമായി ഭാവിയിൽ ഒരു സമാധാന കരാർ ഉറപ്പാക്കാൻ യുക്രൈനെ പിന്തുണയ്ക്കാൻ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാറ്റോ സഖ്യത്തിൽ അംഗങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള നിർദ്ദിഷ്ട സംഘങ്ങൾ യുക്രൈന് സുരക്ഷയുടെ ഒരു ഗ്യാരണ്ടിയായി വർത്തിക്കുമെന്നും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ ഇതര രാജ്യങ്ങളും അത്തരമൊരു ശ്രമത്തിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു സുരക്ഷാ ഗ്യാരണ്ടിയുമില്ലാതെ ഒരു സാഹചര്യത്തിലും യുക്രൈനിയക്കാർക്ക് പ്രാദേശിക ഇളവുകൾ നൽകാൻ കഴിയില്ല. സൈനിക വിന്യാസം ഈ വിഷയത്തിൽ റഷ്യയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഖ്യസേനയോട് തങ്ങളുടെ പ്രദേശത്ത് വരാൻ യുക്രൈൻ അഭ്യർത്ഥിച്ചാൽ അവരെ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യേണ്ടത് റഷ്യയുടെ ഉത്തരവാദിത്തമല്ല. പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ കാണാൻ തീരുമാനിച്ചതിന് ദിവസങ്ങൾക്ക് മുൻപാണ് മാക്രോണിന്റെ പരാമർശങ്ങൾ വന്നത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി അവിടെ ചാൻസലർ ഒലാഫ് ഷോൾസുമായി ചർച്ച നടത്തും. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്ക് പിന്തുണയുമായി യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും രംഗത്തെത്തിയിരുന്നു. US സന്ദർശനത്തിന് പിന്നാലെ ലണ്ടനിലെത്തിയ സെലൻസ്കി യൂറോപ്യൻ നേതാക്കളുമായുള്ള ഉച്ചകോടിയിലും പങ്കെടുക്കുകയുണ്ടായി. യുക്രൈനുള്ള സഹായം തുടരുന്നതും സുരക്ഷാ കാര്യങ്ങളും ഉച്ചകോടിയിൽ പ്രധാന വിഷയമായി. തുടർന്ന് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രാൻസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ പദ്ധതി ആവിഷ്കരിക്കുമെന്നും US-ന് കൈമാറുമെന്നും സ്റ്റാമർ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ അത്രത്തോളം ആത്മവിശ്വാസമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളത്. യുക്രൈന്റെ പ്രതിരോധ മേഖലയ്ക്കായി $280 കോടി വായ്പാ കരാറിൽ സെലൻസ്കിയും സ്റ്റാമറും ഒപ്പിട്ടതും നിർണായകമായി. അതേസമയം യുക്രൈനും സെലൻസ്കിക്കും പിന്തുണയറിയിച്ച US-ന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടന്നിരുന്നു. വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ പേരിൽ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൾസും സെലൻസ്കിയുമായി വാക്കുതർക്കമുണ്ടായത് വിവാദമായിരുന്നു. അതേസമയം അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ അടിയന്തര കൂടിക്കാഴ്ച ആവശ്യമാണെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി നിർദ്ദേശിച്ചു. യുക്രൈനുള്ള പിന്തുണ മെലോണി ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രി മാറ്റിയോ സാൽവിനി US പ്രസിഡന്റിനെ പിന്തുണച്ച് രംഗത്തെത്തി. സമാധാനം ലക്ഷ്യമിടണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും സാൽവിനി എക്സിൽ കുറിച്ചു. ട്രംപിന്റെ നീക്കത്തെ എതിർക്കുമ്പോഴും പരസ്യ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഫ്രാൻസ് അടക്കം തയ്യാറായിട്ടില്ല. ഉച്ചകോടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ ചർച്ച നടത്തി. റഷ്യയ്ക്ക് മേൽ ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആവശ്യപ്പെട്ടു. വ്യാപാര സാമ്പത്തിക മേഖലകളിൽ അമേരിക്ക-റഷ്യ ബന്ധം മെച്ചപ്പെടുത്താൻ ഉപരോധം നീക്കേണ്ടത് അനിവാര്യമാണെന്നാണ് റഷ്യൻ നിലപാട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.